പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ടിഷ്യൂ സിൽക്ക് സാരിയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ സിൽക്ക് സാരി. ഇതിനോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓർഗൻസ സിൽക്കിലുള്ള സാരികളും അതുപോലെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഈ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരുന്നത്. സോഫ്റ്റായിട്ട് കിടക്കുന്ന ടിഷ്യൂ സാരിയാണ്. ഇതിന് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ചെറിയ ലൈൻസ് ഉള്ള ബ്ലൗസ് പീസുമാണ്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. അപ്പോൾ നമുക്ക് മറ്റു സാരികൾ ഒന്ന് കാണാം. ഇത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. അതുപോലെ ഇതിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് ഈ സാരി ഓൾ ഓവർ വരുന്നുണ്ട്. ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടുമാണ് ഇത് വരിക. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. പിന്നെ ഇതിൻ്റെ പല്ലുവിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഈ എംബ്രോയ്ഡറി വർക്ക് ഈ സാരി ഓൾ ഓവർ വരുന്നുണ്ട്. ഇതുണ്ടോ, ഈ ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നുണ്ട്. നമുക്ക് വൺ ലെയറായിട്ടും അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ടും ഈ സാരി നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലൗസ് പീസ് ചെറിയ ഗോൾഡൻ ലൈൻസ് ആയിട്ടാണ് വരിക. നല്ല ഭംഗിയായിരിക്കും നമുക്കിത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ. ഇതുണ്ട്, ടിഷ്യൂവിൽ ഗോൾഡൻ ലൈൻസാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. ഇതാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇത് വലിയ വെയിറ്റുള്ളൊരു സാരിയല്ല, സോഫ്റ്റാണ്. സോഫ്റ്റ് ടിഷ്യൂവിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2659 ആണ്. ഇത് വന്നിരിക്കുന്ന ഒരു ഓർഗൻസ സിൽക്കിലാണ്. ഇതൊരു വൈറ്റ് സാരിയിൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഉണ്ടോ, ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ ബോർഡർ തിക്കായിട്ടും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് പല്ലുവിലുള്ള ഡിസൈൻ വന്നത്. സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്ത് കട്ട് വർക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ വിത്ത് ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും അതേ എംബ്രോയ്ഡറി വർക്ക് തന്നെ ചെറിയൊരു റോസിൻ്റെ ഫ്ലവേഴ്സ് പോലെ ഫുള്ളായിട്ടും വരുന്നുണ്ട്. സോഫ്റ്റ് ഓർഗൻസ സിൽക്കാണ് ഈ മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരിക. നമുക്കിത് വാഷബിളൊക്കെയാണ്. ഇതൊന്നും വലിയ പ്രോബ്ലം ഇല്ലാത്ത മെറ്റീരിയലാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2719 ആണ്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതും സോഫ്റ്റ് ഓർഗൻസ സിൽക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ ഫ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഈ സൈഡിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ താഴെ തിക്കായിട്ട് ബോർഡർ, അത് കഴിഞ്ഞ് ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കായിട്ട് ഇത് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള ഡിസൈൻ ഇതുണ്ടോ, സ്കാലപ്പ് വർക്ക് വരുന്നു, കട്ട് വർക്ക്, എംബ്രോയ്ഡറി വർക്ക് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസയിലും ഈ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ചെറിയ ഡിസൈനായിട്ട് ചെറിയ എംബ്രോയ്ഡറി വർക്കായിട്ട് ബ്ലൗസ് പീസയിൽ ഓൾ ഓവർ വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2719 ആണ്. ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഇത് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. ഇതിൽ സ്കാലപ്പ് വർക്ക് വരുന്നു, കട്ട് വർക്ക് വരുന്നു, എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെയാണിത് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഈ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2349 ആണ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. ഇതിൽ സ്കാലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ആ സ്കാലപ്പിലൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു, പിന്നെ ഒരു കട്ട് വർക്ക് വന്നിരിക്കുന്നു, പിന്നെ എംബ്രോയ്ഡറി വർക്ക്. അങ്ങനെയാണ് ഈ സാരി ഇതിലുള്ള ഈ ബോർഡർ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് എംബ്രോയ്ഡറി വർക്കും പിന്നെ കട്ട് വർക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു.
കണ്ടോ പല്ലുവിലുള്ള ഡിസൈൻ കണ്ടോ. ഈ സ്കാലപ്പ് വർക്കിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ടൊരു കട്ട് വർക്ക്, പിന്നെ എംബ്രോയ്ഡറി വർക്ക്, അങ്ങനെയാണ് ഇത് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. പിന്നെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2615 ആണ്. നമുക്കിത് 1 ലെയർ ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റുകളായിട്ടും നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു കളർ ഷെയ്ഡിലാണ്, നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിനെ കൂടുതൽ ഭംഗിയാക്കുന്നതും. ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഈ ഓർഗൻസ സാരി നമുക്കറിയാലോ, എത്ര റഫ് യൂസ് ചെയ്താലും യാതൊരു പ്രോബ്ലവും ഇല്ല. ഒന്ന് വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ വാഷ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ് ഈ ഓർഗൻസ. കാരണം ഏത് വിധത്തിലും, കാരണം ഇത് ചുളുങ്ങില്ല, ഏത് വിധേനയും നമുക്കിത് ഉടുക്കാൻ പറ്റും. എത്ര റഫ് യൂസ് ചെയ്യണമെങ്കിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. 2 സൈഡിലും ഇതിൻ്റെയും എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇതിൻ്റെ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. ഈ സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നു. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റിൻ്റെ ഭാഗം ആകുമ്പോഴേക്കും ഇങ്ങനെയാണ് വരിക. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു, ബോർഡറിൽ തിക്കായിട്ടും വരുന്നു. ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതുണ്ടോ, ഈ സ്കാലപ്പ് വരുന്നു, സെൻറ്ററിലായിട്ട് അതിൻ്റെ കട്ട് വർക്ക് തന്നെ, പിന്നെ എംബ്രോയ്ഡറി വർക്ക്, പിന്നെ സ്കാറ്റേർഡായിട്ടും എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. പിന്നെ വിത്ത് ബ്ലൗസ് പീസിൽ സൈഡിൽ ഈ വർക്ക് വരുന്നു. സ്ലീവിൻ്റെ എൻഡിലാണ് ഈ വർക്ക് വരുന്നത്. ഇങ്ങനെ തന്നെ വരുന്നു. ഇതും സോഫ്റ്റായിട്ടുള്ള ഓർഗൻസ സിൽക്ക് മെറ്റീരിയലാണ്. ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ കട്ട് വർക്കില്ല. പിന്നെ ഇതിന് എംബ്രോയ്ഡറി വർക്കുകളാണ് ഇതിൻ്റെ സൈഡിൽ വരിക. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ചെറിയ എംബ്രോയ്ഡറി വർക്ക് സ്കാറ്റേർഡായിട്ട് വരുന്നു. 2 സൈഡിൽ ഈ ബോർഡർ വരുന്നുണ്ട്. ഈ സൈഡിൽ ഈ പ്ലേറ്റിൻ്റെ ഭാഗം വരെ. പിന്നെ ഹാഫായിട്ട് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2565 ആണ്. ഇങ്ങനെയാണ് ഇതിലെ പല്ലു വരുന്നത്. നല്ല ഭംഗിയായിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. പിന്നെ ഈ സൈഡിൽ ചെറിയ സ്കാലപ്പ് വന്നിരിക്കുന്നു, അതേലും എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പിന്നെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. നല്ലൊരു കളർ ഷെയ്ഡിലാണ് എല്ലാ സാരികളും വന്നിരിക്കുന്നത്. ഈ പേസ്റ്റൽ കളറും ഡാർക്ക് കളറും ഇതിനകത്തുണ്ട്. പേസ്റ്റൽ കളർ ആയാലും ലൈറ്റല്ല, നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഏത് കളർ ടോണുകാർക്കും ഇണങ്ങുന്ന കളറിൽ തന്നെ. ഇതൊരു പിങ്കിൻ്റെ ഒരു പേസ്റ്റ് ഷെയ്ഡായിട്ടാണ് വരിക. 2 സൈഡിലും എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വന്നിരിക്കുന്നു. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറാണ് ഇത്. ഈ സൈഡിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും പ്ലീറ്റ്സിൻ്റെ ഭാഗം ആകുമ്പോഴേക്കും ഇങ്ങനെയാണ് ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ തിക്കായിട്ട് അടിയിൽ ആ ബോർഡറും വരുന്നു. നല്ലൊരു കളർ ഷെയ്ഡാണ്. മെറ്റീരിയൽ വളരെ സോഫ്റ്റുമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. കട്ട് വർക്ക് വരുന്നിരിക്കുന്നു, എംബ്രോയ്ഡറി വർക്ക് വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് റഫ് യൂസ് ചെയ്യാം, വാഷ് ചെയ്യുന്നതിനൊരു പ്രോബ്ലവും ഇല്ല. റേറ്റ് വരുന്നത് 2925 ആണ്. ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. സോഫ്റ്റ് ഓർഗൻസ സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ 2 സൈഡിലും ഈ ബോർഡർ വരുന്നു. ഈ സൈഡിലും ഇത് പ്ലീറ്റ്സ് വരെ വരുന്നുള്ളൂ. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും ഇങ്ങനെയാണ് വരിക. ഞാനിതിനെ 1 ലെയർ ആയിട്ട് തന്നെയാണ് കേട്ടോ കാണിച്ചത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വന്നത്. നമുക്കിതിനെ 1 പ്ലേറ്റ് ആയിട്ടും ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ടും യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ കട്ട് വർക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. കണ്ടോ, ഇതിൻ്റെ റേറ്റ് വരുന്നത് 2925 ആണ്. ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. സോഫ്റ്റ് ഓർഗൻസ സിൽക്കാണ്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ. ഈ പിസ്ത ഗ്രീന് കോമ്പിനേഷനായിട്ട് ഒരു നല്ല പിങ്ക് ഷെയ്ഡിലാണ് ഈ എംബ്രോയ്ഡറി വർക്കുകൾ വന്നിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്.
ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും ബോർഡർ തിക്കായിട്ടും. ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വരിക. ഇങ്ങനെയാണ് ഈ പല്ലു വരിക. റേറ്റ് വരുന്നത് 2925 ആണ്. നമുക്കിതൊരു റഫ് യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ലാത്ത മെറ്റീരിയലാണ് ഇത്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.